നമസ്കാരം. ഇന്ന് IP ക്യാമറകളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. IP ക്യാമറകളെക്കുറിച്ച് ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്താണ് IP ക്യാമറയെന്നും എന്താണ് NVR എന്നൊക്കെ പറഞ്ഞിരുന്നു. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന HD അല്ലെങ്കിൽ AHD ക്യാമറകളിൽ നിന്നും IP ക്യാമറയ്ക്കുള്ള പ്രധാന ഡിഫറൻസുകളിലൊന്ന് IP ക്യാമറ പ്യുവർലി ഡിജിറ്റൽ സിഗ്നലുകളാണ് നൽകുന്നത്. നമുക്ക് ഡയറക്റ്റ് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിഗ്നലുമായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഉപയോഗിക്കുന്ന കേബിളുകളിലും വ്യത്യാസമുണ്ടായിരുന്നു അല്ലേ. IP ക്യാമറയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് UTP കേബിൾ, CAT5 അല്ലെങ്കിൽ CAT6 കേബിളാണ്. അത് RJ45 കണക്ടേഴ്സാണ് യൂസ് ചെയ്യുന്നത്, അതും പറഞ്ഞിരുന്നു. ഈ കാണുന്നൊരു IP ക്യാമറ നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റി, കാരണം അത് യൂസ് ചെയ്തിരിക്കുന്ന കണക്ടർ RJ45ൻ്റെ പോർട്ടാണ്. കണ്ടല്ലോ, കണക്ടർ ഇതാണ്. അപ്പോൾ ഈ IP ക്യാമറ കണക്ട് ചെയ്യുന്നത് നമ്മുടെ NVRലേക്കാണ്. ഈ കാണുന്നത് NVR ആണ്. NVR ആണെന്ന് മനസ്സിലായത് ഇതിൻ്റെ ബാക്കിൽ BNCയുടെ കണക്ടേഴ്സ് ഇല്ല, അതിന് പകരം RJ45 പോർട്ടുകളാണ്, നെറ്റ്വർക്ക് പോർട്ടുകളാണ് കാണുന്നത്. ഇതൊരു 16 പോർട്ടിൻ്റെ NVR ആണ്. ബാക്കി കണക്ടേഴ്സൊക്കെ നമ്മൾ DVRലുള്ളതുപോലെ തന്നെയാണ്. മോണിറ്റർ കണക്ട് ചെയ്യാനും USB കണക്ട് ചെയ്യാനും നെറ്റ്വർക്കിനൊക്കെയുള്ള പോർട്ടുകൾ ഇതിനകത്തുണ്ടാവും. ഇനി ഈ NVRും ക്യാമറയും തമ്മിൽ നമ്മുടെ CAT6 കേബിൾ അല്ലെങ്കിൽ UTP കേബിൾ വെച്ചാണ് കണക്ട് ചെയ്യുന്നത്. RJ45ൻ്റെ കണക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ക്രിമ്പിങ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പവർ എങ്ങനെ കൊടുക്കുമെന്നായിരിക്കും അടുത്ത സംശയം അല്ലേ. കാരണം നമ്മൾ DVRൽ നല്ല പവർ കൊടുത്തിരുന്നത്, പവർ സപ്ലൈ യൂണിറ്റ് വെച്ചാണല്ലോ പവർ കൊടുത്തിരുന്നത്. ഇപ്പോൾ ഈ പവർ സപ്ലൈ യൂണിറ്റ് വേണമെങ്കിൽ ഈ നമ്മൾ ഉപയോഗിക്കുന്ന CAT6നോട് സെപ്പറേറ്റ് വീണ്ടും കേബിൾ വലിച്ച് പവർ കൊടുക്കേണ്ടി വരില്ലേ, അതൊരു പ്രശ്നമാണല്ലേ. ഒന്നുകിൽ അതാത് ക്യാമറ ഇരിക്കുന്ന ഏരിയയിൽ ഒരു പ്ലഗ് പോയിൻ്റ് വെച്ചിട്ട് ആ പ്ലഗ് പോയിൻറ്റിൽ അഡാപ്റ്റർ കണക്ട് ചെയ്യുക. അവിടെ നമുക്ക് ഒരു 9 വോൾട്ടോ 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതാത് ക്യാമറയ്ക്കുള്ള പവർ കൊടുക്കാം. പക്ഷേ ഇതെപ്പോഴും പ്രാക്ടിക്കലല്ല. കാരണം നമ്മളിപ്പോൾ വീടിന് പുറത്തോ ഓഫീസിന് പുറത്തോ റോഡിലൊക്കെ ഒരു പോസ്റ്റൊക്കെ ഇട്ടൊരു ക്യാമറ വയ്ക്കുകയാണെങ്കിൽ അവിടം വരെ നമ്മൾ പവർ ലൈൻ കൊണ്ടുപോകാനും പ്ലഗ് കണക്ട് ചെയ്യുക അതൊന്നും പോസിബിൾ അല്ല. അപ്പം ഇത്തരം കേസുകൾ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യാറുള്ള ഒരു മെത്തേഡാണ് ഈ കേബിളുകളിൽ തന്നെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന CAT6 കേബിളുണ്ട്. കേബിളിൽ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ പവർ കൂടെ കയറ്റി വിടാവുന്ന അല്ലെങ്കിൽ പവർ കൂടെ കടത്തി വിടാവുന്ന ഒരു ടെക്നോളജി ഉണ്ട്. അപ്പോൾ ഒരു കേബിളിൽ കൂടെ തന്നെ നമുക്ക് ഡേറ്റയും പോകുന്നുണ്ടാകും, പവറും വരുന്നുണ്ടാകും. ക്ലിയർ ആണോ? ആ ടെക്നോളജിക്ക് ഒരു പേര് പറയാറുണ്ട്, പവർ ഓവർ ഇഥർനെറ്റ് എന്നാണ് പറയാറുള്ളത്. PoE എന്ന് പറയും. അപ്പോൾ PoE ടെക്നോളജി കേട്ട് കഴിഞ്ഞ് ഓർക്കുക, PoE ടെക്നോളജിയിൽ നെറ്റ്വർക്ക് കേബിളുകൾ വഴി തന്നെ നമുക്ക് പവർ കൂടെ വിടാൻ പറ്റും. ചെയ്യുന്നത് നമ്മൾ സാധാരണയായിട്ട് ചെയ്യാറുള്ളത്, നമുക്ക് 8 വയറാണ് CAT6 കേബിളിലുള്ളത്. അതിൽ അവസാനത്തെ വയർ ബ്രൗൺ വൈറ്റും ബ്രൗണും അതുവഴി നമുക്ക് പവർ കയറ്റി വിടാൻ പറ്റും. അത് ഓട്ടോമാറ്റിക്കലി പോയിക്കോളും. ഇഥർനെറ്റ് പവർ ഓവർ ഇഥർനെറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന വയേർഡ് നെറ്റ്വർക്കിനെയാണ്, അല്ലെങ്കിൽ കേബിളിനെയാണ് നമ്മൾ ഇഥർനെറ്റ് എന്ന് പറയാറുള്ളത്. കേബിൾ ഉപയോഗിച്ചുള്ള നെറ്റ്വർക്കിനെയാണ്. അപ്പം ഈ കേബിൾ വഴിയുള്ള പവറിനെയാണ് PoE, പവർ ഓവർ ഇഥർനെറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ PoE സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകളുണ്ട്. എക്സാമ്പിൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ക്യാമറകൾ അതോ IP ക്യാമറകളെല്ലാം PoE സപ്പോർട്ട് ചെയ്യുന്നവയാണ്. അതിന് സെപ്പറേറ്റ് പവർ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നെറ്റ്വർക്കിൻ്റെ കേബിൾ കണക്ട് ചെയ്യുമ്പോൾ അതുവഴി തന്നെ പവർ എടുത്തോളും. അതേപോലെ PoE ടൈപ്പ് NVRും വരുന്നുണ്ട്. ഇപ്പോൾ NVR DVR പോലെ തന്നെയാണ് NVR നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ PoE NVR എന്ന് പറഞ്ഞാൽ ഈ NVRൽ നിന്നും വീഡിയോ അല്ലെങ്കിൽ ഡേറ്റയ്ക്കൊപ്പം തന്നെ എന്ത് വേണം, പവർ കൂടെ കയറി പോകുന്നുണ്ടാവും. അതായത് നമ്മളുടെ ക്യാമറയുടെ സൈഡിലെ ഈ പവർ കണക്ടർ DC കണക്ടർ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഡേറ്റയും പവറും കൂടെ ഈ കാണുന്ന CAT6 കേബിൾ വഴി തന്നെ ക്യാമറയിലേക്ക് പോകുന്നുണ്ടാവും. ഈ ഒരു ടെക്നോളജിക്ക് പറയുന്ന പേര് PoE എന്നാണ്. PoE സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ക്യാമറകളൊക്കെ PoE സപ്പോർട്ട് ചെയ്യുന്നവയായിരിക്കണം. അതിൻ്റെ കറസ്പോണ്ടിങ് മറ്റ് ഡിവൈസുകളൊക്കെ PoE സപ്പോർട്ടിങ് ഡിവൈസുകളായിരിക്കണം. അപ്പോൾ എപ്പോഴും നമുക്കങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന NVR PoE ആകണമെന്ന് നിർബന്ധമില്ല. നോൺ PoE ആയിട്ടുള്ള NVRും ഉണ്ടാകാറുണ്ട്. അപ്പോൾ NVRൽ നിന്ന് വരുന്ന സിഗ്നലിൽ ഡേറ്റ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, പവർ ഉണ്ടാകില്ല. ഇത്തരം സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് സ്വിച്ച് തന്നെയാണ്. സ്വിച്ച് നോർമൽ സ്വിച്ച് അല്ല, ഈ സ്വിച്ചിന് പറയുന്നത് PoE സ്വിച്ച് എന്നാണ്. അതായത് PoE സ്വിച്ചിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ കൂടെ പവർ കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. NVR എന്നുള്ള സിഗ്നൽ, ഇത് NVR ആണല്ലോ അല്ലേ, ക്ലിയർ ആണല്ലോ, നിങ്ങൾക്ക് 4 പോർട്ടിൻ്റെ NVR ആണ്. NVR എന്നുള്ള സിഗ്നലിൽ പവർ ഉണ്ടാകില്ല, ഡേറ്റ മാത്രമേ ഉണ്ടാവുള്ളൂ. ബട്ട് ഇവിടെ നിന്ന് പുറത്തേക്കുള്ള ക്യാമറയിലേക്ക് പോകുന്ന സിഗ്നലിലോ ഈ PoE സ്വിച്ചാണ് പവർ കടത്തിവിടുന്നത് അല്ലെങ്കിൽ പവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ PoE സ്വിച്ചിന് സെപ്പറേറ്റ് ഒരു പവർ സപ്ലൈ യൂണിറ്റ് ഉണ്ട്, അഡാപ്റ്റർ ഉണ്ടാവും. NVRനും അഡാപ്റ്റർ ഉണ്ടാവും. ക്ലിയർ ആയല്ലോ. പിന്നെ മോഡം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ PoE സ്വിച്ചിൽ നിന്നാണ് നമുക്ക് മോഡം കണക്ട് ചെയ്യേണ്ടത്. PoE സ്വിച്ചിൽ നിന്ന് മോഡത്തിലേക്ക് നമുക്ക് ലൈൻ കണക്ട് ചെയ്യാവുന്നേ ഉള്ളൂ.
ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഒന്ന് കേബിളിങ്. പലപ്പോഴും കേബിളിങ് ചെയ്യുമ്പോൾ ടെക്നീഷ്യൻസ് പറയാറുള്ളത് അവർക്ക് കുറച്ചുകൂടി എളുപ്പം ഈ കാറ്റ്സിസ് കേബിൾ ചെയ്യാനാണ്. തൊട്ട് മുമ്പ് ചെയ്ത കണക്ക് 2-3 കണക്ടർ കണക്ട് ചെയ്യാനോ സ്ക്രൂ ടൈറ്റ് ചെയ്യാനോ ഒന്നും വേണ്ട. നമുക്ക് നോർമലി കാറ്റ്സിസ് കേബിൾ വാങ്ങിക്കുക, RJ45 വയ്ക്കുക, ക്രിമ്പ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഒരു കണക്ഷൻ സൈഡ് നോക്കുമ്പോൾ ഈ IP ക്യാമറകളും NVRകളും കുറച്ചുകൂടി നമുക്ക് ഹാൻഡ് ചെയ്യാണ്, കുറച്ച് എളുപ്പമാണ് യൂസ് ചെയ്യാൻ. പക്ഷേ റേറ്റിൽ വ്യത്യാസമുണ്ട്. ഒരു സാധാരണ ക്യാമറയും IP ക്യാമറയും തമ്മിൽ റേറ്റിൽ ഒരു 1000 റുപ്പീസിൻ്റെ മിനിമം വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ സാധാരണ സ്വിച്ചും POI സ്വിച്ചും തമ്മിൽ 1000-1500 റുപ്പീസിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അതേപോലെ തന്നെ DVRും NVRും തമ്മിൽ റേറ്റിൽ വ്യത്യാസമുണ്ട്. ടോട്ടലി ബഡ്ജറ്റിൽ വ്യത്യാസമുണ്ടാവും, പക്ഷേ ക്ലാരിറ്റി കുറച്ചുകൂടെ ഹയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ബഡ്ജറ്റ് ഡിഫറൻസ് കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കൂടുതൽ യൂസ് ചെയ്യുന്നത് HD ക്യാമറകളാണ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ HD ക്യാമറകളാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ NVRും IP ക്യാമറകളാണ് യൂസ് ചെയ്യണമെങ്കിലും വളരെ സിമ്പിളാണ്. അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ തന്നെയാണ്. ഇനി മറ്റൊരു അഡ്വാൻറ്റേജ് കൂടെ ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ ഇത് നോക്കാം. ഇതൊരു 4 നിലയുള്ള ബിൽഡിംഗ് ആണെന്നിരിക്കട്ടെ. ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഫ്ലോർ. ഈ 4 ഫ്ലോറിലും ഞാൻ ക്യാമറകൾ വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഞാൻ എൻ്റെ NVR വെച്ചിരിക്കുന്നത്, റെക്കോർഡർ വെച്ചിരിക്കുന്നത് താഴെയാണ്. ഇത് DVR ആണെങ്കിലോ ഈ ഓരോ ക്യാമറയിൽ നിന്നും കേബിൾസ് ഈ DVRൽ എത്തേണ്ടതുണ്ടായിരുന്നു. NVRലും ഇങ്ങനെയാണ്. നമുക്ക് റെക്കോർഡർ എന്ന് പറയുന്നത് NVR തന്നെയാണ്, ഹാർഡ് ഡിസ്ക് ഇരിക്കുന്ന NVRൻ്റെ ഉള്ളിലാണ്. പക്ഷേ ഓരോ കേബിൾ വലിക്കാതെ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. ഇതെങ്ങനെയാണെന്നാണ് പറയുന്നത്. ഇതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത്, ഈ ഓരോ ഫ്ലോറിലും നമുക്ക് വേണമെങ്കിൽ ഓരോ POI സ്വിച്ച് വെക്കാം. എന്നിട്ട് ഓരോ ക്യാമറയിൽ നിന്നും POI സ്വിച്ചിലേക്ക് കാറ്റ്സിസ് കേബിൾ കണക്ട് ചെയ്യാം. അതിങ്ങനെ. അപ്പോൾ ഇതിന് ഓരോ ഫ്ലോറും ഓരോ POI സ്വിച്ചിൻ്റെ അണ്ടറിലായി. അപ്പോൾ ഈ POI സ്വിച്ചിൽ നിന്നും ക്യാമറക്കുള്ള പവറെല്ലാം എത്തുന്നുണ്ടാവും. അതിനുശേഷം ഈ സ്വിച്ചുകൾ തമ്മിൽ ഈ കാറ്റ്സിസ് കേബിൾ ഒഴിച്ച് കണക്ട് ചെയ്യുന്നുണ്ടാവും. ഇതിനെ അപ്ലിങ്ക് ചെയ്യാന്നാണ് നമ്മൾ പറയുന്നത്. ലിങ്ക് ചെയ്യും തമ്മിൽ. ഈ അപ്ലിങ്ക് ചെയ്യാനുള്ള പോർട്ടാണ് ഈ വലതുവശത്ത് കാണുന്നത്. ഇതിൽ കണക്ട് ചെയ്താൽ മതിയാവും. RJ45 തന്നെയാണ്. അതിനുശേഷം ഏറ്റവും താഴെ ഇരിക്കുന്ന സ്വിച്ചിൽ നിന്നൊരു കേബിൾ എടുത്ത് NVRലേക്ക് കണക്ട് ചെയ്യും. കേബിൾ നമുക്ക് വളരെയധികം ലാഭിക്കാൻ സാധിച്ചു അല്ലേ. അതേപോലെ തന്നെ ട്രബിൾ ഷൂട്ടിങ്, ഒരു കംപ്ലയിൻറ്റ് വന്നില്ല. ഇപ്പോൾ തേർഡ് ഫ്ലോറിലെ ഒരു ക്യാമറ പോലും വർക്ക് ചെയ്യുന്നില്ല, ബാക്കി എല്ലാ ഫ്ലോറിലെയും ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പ്രശ്നം തേർഡ് ഫ്ലോറിലെ POI സ്വിച്ചുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അല്ലെങ്കിൽ സെക്കൻഡ് ഫ്ലോറും തേർഡ് ഫ്ലോറും മാത്രം വർക്ക് ചെയ്യുന്നില്ല, ബാക്കിയൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ കാണുന്ന കേബിൾ ഫസ്റ്റ് ഫ്ലോറിൽ സെക്കൻഡ് ഫ്ലോറിലേക്കുള്ള കേബിളിലോ കണക്ടറിലോ ആയിരിക്കാം ഇഷ്യൂസ് വന്നിരിക്കുന്നത്. ട്രബിൾ ഷൂട്ടിങ് വളരെ എളുപ്പമാണ്. കേബിളിൻ്റെ കോസ്റ്റ് ലാഭിക്കാൻ പറ്റും. ഈ വയറിങ് വളരെ എളുപ്പമാണ്. അത്തരം ഒരു അഡ്വാൻറ്റേജസ് ഉണ്ട്. ബട്ട് റേറ്റ് കുറച്ച് ഹയർ സൈഡിലായിരിക്കും. കണക്ഷൻ ക്ലിയർ ആയല്ലോ. നമ്മൾ ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് ജസ്റ്റ് കാണിച്ചു തരാണ് അടുത്തത്. നമുക്ക് ജസ്റ്റ് വീഡിയോ ഒന്ന് കാണുക. ഫസ്റ്റ് കേസിൽ ഉപയോഗിക്കുന്ന ഡിവൈസുകളൊന്നും POI അല്ല, സെപ്പറേറ്റ് പവർ സപ്ലൈ കൊടുക്കുന്നുണ്ട്. അടുത്ത ഓപ്ഷനിൽ NVRും ക്യാമറയും POI ആണ്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് NVRൽ നിന്നും POI ക്യാമറയിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ കാണുന്നത് NVR, ഒരു POI NVR ആണെങ്കിൽ അതിൽ നിന്ന് കണക്ട് ചെയ്യുന്ന കാറ്റ്സിസ് കേബിൾ ഡയറക്റ്റ് നമ്മുടെ POI ക്യാമറയിലേക്ക് കണക്ട് ചെയ്യാം. പവർ DC കണക്ടർ യൂസ് ചെയ്യേണ്ടതില്ല. അത് നമുക്കൊരു സെല്ലോ ടേപ്പ്, ഒരു ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് നന്നായിട്ട് അടച്ചു വയ്ക്കാവുന്നതേ ഉള്ളൂ. അടുത്ത ഓപ്ഷൻ POI സ്വിച്ച് യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ വീഡിയോ ആണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. ഈ കാണുന്നത് 2 IP ക്യാമറകളാണ്. നമ്മൾ തിരിച്ചറിഞ്ഞത് അത് കാണുന്ന RJ45 നെറ്റ്വർക്ക് പോർട്ട് കണ്ടിട്ട് തന്നെയാണ്, കണക്ടർ കണ്ടിട്ടാണ്. നമ്മുടെ ഇതിലേക്ക് എങ്ങനെയാണ് ഒരു POI സ്വിച്ച് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യുന്നതാണ് നോക്കുന്നത്. ഈ കാണുന്നൊരു POI സ്വിച്ചാണ്, 4 പോർട്ടിൻ്റെ POI സ്വിച്ചാണ്. അതിന് വലതുവശത്ത് കാണുന്ന കളറില്ലാത്ത പോർട്ടുകൾ നമ്മൾ മോഡത്തിലേക്കോ അല്ലെങ്കിൽ NVRലേക്കോ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് അപ്ലിങ്ക് പോർട്ടുകളെന്ന് പറയും. ഈ കാണുന്നൊരു NVR ആണ്. NVRൻ്റെ ബാക്ക് സൈഡ് നോക്കുക, RJ45 ഒരു പോർട്ടേ ഉള്ളൂ. ഈ പോർട്ടിൽ നിന്ന് POI സ്വിച്ചിലേക്ക് കണക്ട് ചെയ്ത് അവിടെ നിന്നാണ് നമ്മൾ ക്യാമറ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചില NVRകളിൽ അങ്ങനെയാണ്, ഒരു പോർട്ടേ ഉണ്ടാവുകയുള്ളൂ. ഇതൊരു മോഡമാണ്. മോഡത്തിൻ്റെ ബാക്കിലും RJ45 പോർട്ടുകളുണ്ട്. ഇതിൽ നിന്നൊരു കണക്ഷൻ എടുത്ത് നമുക്ക് POI സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. കേബിൾ നമുക്കറിയാവുന്ന പോലെ CAT6 ആണ്, കണക്ഷൻ RJ45 ആണ്. ഇത് ക്രിമ്പ് ചെയ്യേണ്ട എങ്ങനെയാണ് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഡൗട്ടുള്ളവർ ബാക്കിലേക്ക് പോയിട്ട് 3-ാമത്തെ ക്ലാസ്സിൻ്റെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യുക. ഏറ്റവും താഴെ ഇരിക്കുന്നത് NVR, അതിൻ്റെ മുകളിൽ POI സ്വിച്ച്, 2 ക്യാമറകളുണ്ട്. ഈ 2 ക്യാമറകളെ ഞാൻ POI സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാൻ പോകുന്നു.
ഒരു എൻഡ് കണക്ട് ചെയ്തു. അടുത്ത എൻഡ് പി ഒ സ്വിച്ചിലെ പി ഒ ഇ പോർട്ട്, റെഡ് കളറിലെ പോർട്ടിലാണ് പവർ ഉള്ളത്, പി ഒ ഇ പോർട്ടിലേക്ക് കണക്ട് ചെയ്തു. അടുത്ത ക്യാമറയിൽ നിന്ന് വരുന്ന കേബിളിനെ അതിലേക്ക് നമ്മൾ സെയിം കേബിൾ RJ45 കണക്ടർ കണക്ട് ചെയ്യുക. 2 ക്യാമറയും ഞാൻ പി ഒ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് NVR-ഉം പി ഒ ഇ സ്വിച്ചും കൂടെ കണക്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ പവറുള്ള ഏരിയ അല്ല യൂസ് ചെയ്യുന്നത്, പി ഒ ഇ പോർട്ടല്ല യൂസ് ചെയ്യുന്നത്, തൊട്ട് റൈറ്റിൽ കാണുന്ന അപ്ലിങ്ക് പോർട്ടുകൾ യൂസ് ചെയ്യുന്നു. കാരണം NVR നമ്മൾ സെപ്പറേറ്റ് പവർ സപ്ലൈ കൊടുക്കുന്നുണ്ട്. അടുത്ത കാണുന്ന പോർട്ട് നമുക്ക് വേണമെങ്കിൽ മോഡത്തിലേക്ക് കണക്ട് ചെയ്യാം. കാരണം നമുക്ക് ഇൻ്റർനെറ്റ് ആവശ്യമാണല്ലോ. അപ്പോൾ മോഡത്തിൽ നിന്ന് വരുന്ന ലൈൻ നമുക്ക് ഈ കാണുന്ന പി ഒ ഇ സ്വിച്ചിൽ നെക്സ്റ്റ് പോർട്ടിലേക്ക് കണക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്നത് റെഡ് കളറിൽ കാണുന്നത് പി ഒ ഇ, ബാക്കിയുള്ളത് നോൺ പി ഒ ഇ ആണ്. മോഡം ഞാൻ അവിടെ വെച്ചിരിക്കുന്നു. അല്ലെങ്കിൽ മോഡം എവിടെയാണ്, മോഡത്തിൽ നിന്നൊരു കേബിൾ എടുത്ത് ഈ കാണുന്ന പി ഒ ഇ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യുക. അതായത് മോഡവും സ്വിച്ചും ക്യാമറ NVR എല്ലാം കൂടി ഒരു നെറ്റ്വർക്കിലായി. ക്ലിയർ ആണല്ലോ? കണക്ഷൻ വളരെ സിമ്പിളാണ്. നേരത്തെ പോലെ പവർ സപ്ലൈക്ക് നമ്മൾ സെപ്പറേറ്റ് കണക്ഷൻ കൊടുക്കാനോ ഒന്നും സമയം കളയണ്ട. അതുകൊണ്ട് തന്നെ ലൂസ് കോൺടാക്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു എൻ്റെ കണക്ഷൻ. നമുക്ക് ഇതിൻ്റെ കോൺഫിഗറേഷനും വളരെ എളുപ്പമാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബേസിക്കലി എങ്ങനെയാണ് ഇതിനെ കോൺഫിഗർ ചെയ്യുന്നതുകൂടെ നമുക്ക് കാണിച്ചു തരാം.